പറയാണ്. എനിക്കിതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ളൂ. അപ്പം നമ്മൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മൾ കണ്ടിട്ടുകൂടിയുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും അയ്യോ ഇത് ആൾക്കാർ ഇതിനെപ്പറ്റി മോശം പറയുമോ, അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ റിവ്യൂവേഴ്സിൻ്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു കയറുക, സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹെയ്റ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ? ഇപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, നല്ലതിനെ നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കുക. ഷാരിസ്ക പറഞ്ഞ പോലെ ഇപ്പം മലയക്കോട്ട വാലിബന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്, ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത്. നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു.